ബീഹാറിൽ 122 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 3 മണിവരെയുള്ള ഔദ്യോഗിക കണക്കുകൾ നോക്കുമ്പോൾ 60.40% പോളിംഗ് രേഖപ്പെടുത്തിയത്. സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെ ബീഹാറിൻ്റെ അതിർത്തി ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഈ ഒന്നാം ഘട്ടത്തിലെ പോളിംഗ് രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പോളിംഗ് ശതമാനം കൂടുമോ കുറയുമോ എന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ? അജിംഷാദ്, രണ്ടാം ഘട്ടത്തിലും ബീഹാറിൽ ഒരു മികച്ച പോളിംഗിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം 3 മണിവരെയുള്ള കണക്കനുസരിച്ചുകൊണ്ട് 60.40% പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിലും മികച്ച ഒരു പോളിംഗ് തന്നെയാണ് ബീഹാറിൽ രേഖപ്പെടുത്തിയത്. 65.8% ആദ്യഘട്ടത്തിൽ ബീഹാറിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. അത് ബീഹാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കൂടിയ പോളിംഗ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 മണിവരെ 60% പോളിംഗ് കടന്നിരിക്കുന്നു. എന്തായാലും ഈ രണ്ടാം ഘട്ടത്തിൽ 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് ബീഹാറിൻ്റെ അതിർത്തി ജില്ലകൾ, സീമാഞ്ചൽ മേഖല ഉൾപ്പെടെ അതിർത്തി ജില്ലകളിലാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു പോളിംഗ് ശതമാനം ഇത്ര കണ്ട് ഉയരുന്നത് തങ്ങൾക്ക് അനുകൂലമെന്ന ഒരു നിലപാടിലാണ് NDA ആയാലും അതോടൊപ്പം തന്നെ മഹാഗഠബന്ധനും അവരുടെ ഒരു ആത്മവിശ്വാസം മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നേതാക്കളൊക്കെ ഇത്തരത്തിലൊരു അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് പോളിംഗ് ശതമാനം കൂടുന്നത് തങ്ങൾക്ക് അനുകൂലമാണ്, BJP വലിയൊരു ഭൂരിപക്ഷത്തിൽ, NDA വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന നരേന്ദ്രമോദി തന്നെ പലതവണ പറയുകയും ചെയ്തു. അതോടൊപ്പം മഹാസഖ്യവും ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണ പോളിംഗ് ശതമാനം കൂടിയത് മഹാസഖ്യത്തിന് അനുകൂലമാകുമെന്ന അവകാശവാദം മഹാസഖ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് ഇന്നത്തെ രണ്ടാം ഘട്ട പോളിംഗ് കഴിയുന്നതോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും എക്സിറ്റ് പോളുകളും പുറത്തു വരുന്നുണ്ട്.